ഹായ് എവറി വൺ, വെൽക്കം ടു നോട്ട്ബഡി.in. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇഗ്നു MEG1 ബ്രിട്ടീഷ് പോയട്രി ഒരു കംപ്ലീറ്റ് മാരത്തോൺ വീഡിയോ ആണ്. അതായത് എക്സാമിന് ആവശ്യമായിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് ബ്ലോക്സ്, മേജർ പോയിന്റ്സ്, തീംസ്, ലിറ്റററി ടേംസ്, ഇമ്പോർട്ടൻറ്റ് വർക്ക്സ്, എക്സാം പോയിന്റ്സ് എല്ലാം ഒറ്റ വീഡിയോയിൽ തന്നെ സിമ്പിളായിട്ട് കവർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എക്സാമിന് മുമ്പ് ഒരു ക്വിക്ക് റിവിഷൻ ചെയ്യാനോ അല്ലെങ്കിൽ ഫസ്റ്റ് ടൈം പഠിക്കാനോ അസൈൻമെന്റ്സ് പ്രിപ്പയർ ചെയ്യാനോ ഒക്കെ ഈ ഒരു വീഡിയോ ഹെൽപ്ഫുൾ ആയിരിക്കും. ഈ ഒരു വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്ന കംപ്ലീറ്റ് കാര്യങ്ങളും ഒരു സിമ്പിൾ നോട്ട് ആക്കിയിട്ട് നമ്മുടെ വെബ്സൈറ്റ് ആയിട്ടുള്ള നോട്ട്ബഡി.inൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം. എക്സാമിന് വേണ്ടിയിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ ടോപ്പിക്സും നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് പഠിച്ചു പോയിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും പാസ്സാവാൻ പറ്റും. ആൻഡ് ഓൾസോ MEG5 തൊട്ട് നമ്മൾ കംപ്ലീറ്റ് സിലബസ് കവർ ചെയ്യുന്നതായിരിക്കും. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും പറഞ്ഞു പോകും. സോ ഇത് എക്സാം പ്രിപ്പറേഷന് വേണ്ടിയിട്ട് എക്സാം ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അത് അങ്ങനെ തന്നെ കാണാം. ഓക്കെ, പെട്ടെന്ന് തന്നെ നമുക്ക് ടോപ്പിക്കിലേക്ക് കിടക്കാം. ബ്ലോക്ക് 1 റിനൈസൻസ് പോയിട്രി, ഇതാണ് നമുക്ക് ഫസ്റ്റ് പഠിക്കാനുള്ളത്. സോ ഞാനിതിലെ ലിറ്റററി ടേംസും ടോപ്പിക്സും ഇംഗ്ലീഷിൽ പറയുന്നതാണ് ആൻഡ് എക്സ്പ്ലനേഷന് മലയാളത്തിലും ആയിരിക്കും. ആദ്യം റിനൈസൻസ് പോയിട്രി എന്താണെന്ന് നോക്കാം. ഓക്കെ, റിനൈസൻസ് എന്ന് പറയുന്നത് റീബർത്ത് എന്നാണ് അർത്ഥം വരുന്നത്. അതായത് പഴയ ഗ്രീക്ക്, റോമൻ സംസ്കാരങ്ങളോടും ലിറ്ററേച്ചറിനോടും വീണ്ടും ആളുകൾക്ക് ഇൻട്രസ്റ്റ് വന്ന ഒരു കാലഘട്ടമാണ് റിനൈസൻസ് പീരീഡ് എന്ന് പറയുന്നത്. ഈ സമയത്ത് ഇംഗ്ലീഷ് പോയിട്രി കൂടുതലും റിഫൈൻഡ് ആയിട്ട് മാറാണ് ചെയ്തിട്ടുള്ളത്. കവിതകളിലൊക്കെ ഇമോഷൻസ് മാത്രമല്ല, ഐഡിയാസും ഇന്റലിജൻസും എന്ത് ചെയ്തു, ഇമ്പോർട്ടൻസ് കൂടിക്കൂടി വന്നു. റിനൈസൻസ് പോയിട്രിയുടെ മെയിൻ ഫീച്ചേഴ്സ് നോക്കാം. ഓക്കെ, റിവൈവൽ ഓഫ് ക്ലാസിക്കൽ ലേണിംഗ്. ഇതെന്ന് പറഞ്ഞാൽ ഗ്രീക്ക്, റോമൻ സാഹിത്യത്തിന്റെ ഇൻഫ്ലുവൻസ് വീണ്ടും വന്നു. ഓക്കെ, ഡെവലപ്മെന്റ് ഓഫ് ദി സോണറ്റ് ഫോം. ഈ പീരീഡിൽ സോണറ്റ് വളരെ പോപ്പുലർ ആയിട്ട് മാറാണ്. അതായത് 14 ലൈനിലെ ചെറിയ പോയറ്റിക് ഫോം ആണ് സോണറ്റ് എന്ന് പറയുന്നത്. അടുത്ത പോയിന്റ് ഹ്യൂമാനിസം. ഹ്യൂമാനിസം എന്ന് പറയുന്നത് മനുഷ്യന്റെ ഇമോഷൻസ്, ബ്യൂട്ടി, ഇന്റലിജൻസ് ഇവയ്ക്കൊക്കെ ഇമ്പോർട്ടൻസ് നൽകുന്ന ഒരു ആശയമാണ്. ഓക്കെ, അടുത്ത പോയിന്റ് തീംസ് ഓഫ് ലവ്, ബ്യൂട്ടി, മൊറാലിറ്റി ആൻഡ് ടൈം. ഈ കാലഘട്ടത്തിലെ കവിതകളിൽ ലവ്, ബ്യൂട്ടി, മൊറാലിറ്റി, ടൈം തുടങ്ങിയ തീംസ് ആണ് കൂടുതലായിട്ട് കാണുന്നത്. ഓക്കെ, അടുത്ത പോയിന്റ് സിംബോളിസം ആൻഡ് അലിഗറി. ഒരു കാര്യം മറ്റൊന്നിനെ റെപ്രസെന്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന രീതിയാണ് സിംബോളിസം എന്ന് പറയുന്നത്. ക്യാരക്ടേഴ്സിനൊക്കെ ഡീപ്പർ മീനിങ് നൽകുന്ന റൈറ്റിംഗ് സ്റ്റൈലാണ് അലിഗറി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് നോക്കാനുള്ളത് സർ ഫിലിപ്പ് സിഡ്നിയെ പറ്റിയിട്ടാണ്. ഓക്കെ, സിഡ്നി ഇംഗ്ലീഷ് ലിറ്ററേച്ചറിലെ ഇമ്പോർട്ടൻറ്റ് സോണറ്റ് റൈറ്റർ ആണ്. അദ്ദേഹത്തിന്റെ മേജർ വർക്കാണ് ആസ്ട്രഫൽ ആൻഡ് സ്റ്റെല്ല. ഇത് ഇംഗ്ലീഷ് ലിറ്ററേച്ചറിലെ ഫസ്റ്റ് മേജർ സോണറ്റ് സീക്വൻസ് ആയി അറിയപ്പെടുന്നുണ്ട്. ഈ വർക്കിൽ 108 സോണറ്റ്സും 11 സോങ്സും ആണ് ഉള്ളത്. ആസ്ട്രഫൽ എന്ന ലവർ സ്റ്റെല്ലയോടുള്ള ആ ഒരു ലവ്, ഇതാണ് ഇതിന്റെ മെയിൻ സബ്ജക്റ്റ്. അതായത് ആസ്ട്രഫൽ എന്ന് പറഞ്ഞിട്ടുള്ള ലവറിന് സ്റ്റെല്ലയോടുള്ള ആ ഒരു പ്രണയം, അതാണ് ഇതിന്റെ മെയിൻ സബ്ജക്റ്റ്. സോ നമുക്ക് ഇതിന്റെ തീംസ് നോക്കാം. ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഐഡിയലൈസ്ഡ് ലവ്. അതായത് ലവിനെ വളരെ പ്യുവറും അതുപോലെ പെർഫെക്റ്റും ആയിട്ടാണ് അവതരിപ്പിക്കുന്നത്. സെക്കൻഡ് പോയിന്റ് കോൺഫ്ലിക്റ്റ് ബിറ്റ്വീൻ റീസൺ ആൻഡ് പാഷൻ. അതായത് മനസ്സും ഇമോഷൻസും തമ്മിലുള്ള ആ ഒരു സ്ട്രഗിൾ ആണ് ഇവിടെ കാണിക്കുന്നത്. അടുത്ത പോയിന്റ് ഇമോഷണൽ സ്ട്രഗിൾ ഓഫ് ദി ലവർ. ലവ് കാരണം ലവർ അനുഭവിക്കുന്ന പെയിനും സഫറിങ്സും ഈ പോയിന്റിൽ കാണാൻ പറ്റും നമുക്ക്. ഇനി അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻ, സിഡ്നിയുടെ കോൺട്രിബ്യൂഷൻ, അതായത് ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. അതെന്ന് വെച്ചാൽ സിഡ്നി ഹെൽപ്ഡ് പോപ്പുലറൈസ് ദ സോണറ്റ് ട്രഡീഷൻ ഇൻ ഇംഗ്ലണ്ട്. ഓക്കെ, മെയിൻ പോയിന്റ് ആണ്, ശ്രദ്ധിച്ച് കേൾക്കാം. സിഡ്നി ഹെൽപ്ഡ് പോപ്പുലറൈസ് ദ സോണറ്റ് ട്രഡീഷൻ ഇൻ ഇംഗ്ലണ്ട്. ഓക്കെ, ഇത്രയാണ് നമുക്ക് ഇദ്ദേഹത്തിനെ പറ്റി പഠിക്കാനുള്ളത്. നെക്സ്റ്റ് നമുക്ക് എഡ്മണ്ട് സ്പെൻസറിനെ പറ്റിയിട്ട് നോക്കാം. അദ്ദേഹത്തിന്റെ മേജർ വർക്കാണ് ദ ഫെയറി ക്വീൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇതൊരു അലഗോറിക്കൽ എപ്പിക് പോമാണ്. അതായത് ക്യാരക്ടേഴ്സും ഇവന്റ്സും മോറൽ മീനിങ്സ് റെപ്രസെന്റ് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, ഈ പോം ക്വീൻ എലിസബത്ത് വണ്ണിനെ പ്രൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് എഴുതിയിട്ടുള്ളതാണ്. ഓരോ ബുക്കും ഓരോ വേർച്യൂവിനെ റെപ്രസെന്റ് ചെയ്യുന്നു. വേർച്യൂ മീൻസ് ഒരു ഗുഡ് ക്വാളിറ്റി അല്ലെങ്കിൽ നല്ല എന്തെങ്കിലും ഒരു കാര്യത്തിനെ റെപ്രസെന്റ് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, ഇനി മേജർ വേർച്യൂസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഹോളിനെസ്, അതായത് നല്ല ആത്മീയ ജീവിതം. അടുത്തത് ടെമ്പറൻസ്, അതായത് സെൽഫ് കൺട്രോൾ. അടുത്തത് ചേസ്റ്റിറ്റി, പ്യൂരിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഫ്രണ്ട്ഷിപ്പ്, ജസ്റ്റിസ്, കോർട്ടസി, അതായത് മര്യാദയും നല്ല പെരുമാറ്റവും. ഇത്രയാണ് മേജർ വേർച്യൂസിൽ വരുന്നത്. ഇനി നമുക്ക് സ്പെൻസറിയൻ സ്റ്റാൻസ് എന്താണെന്ന് നോക്കാം. ഓക്കെ,
ഇതില് 9 ലൈൻസ് ആയിരിക്കും ഉണ്ടാവുക. അതിലെ റൈമിംഗ് സ്കീം എന്ന് പറയുന്നത് എ ബി എ ബി ബി സി ബി സി സി. ഓക്കെ, അതാണ് ഇതിലെ റൈമിംഗ് സ്കീം എന്ന് പറയുന്നത്. റൈം സ്കീം എന്ന് പറയുന്നത് എ ബി എ ബി ബി സി ബി സി സി. ഇതിലെ ലാസ്റ്റ് ലൈൻ എന്ന് പറയുന്നത് വളരെ ലോങ്ങർ ആയിരിക്കും. ഓക്കെ, ബാക്കിയുള്ളതിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇതൊരു ലോങ്ങർ ലൈൻ ആയിരിക്കും. അതിനെ അലക്സാൻഡ്രൈൻ എന്നാണ് പറയുന്നത്. ഓക്കെ, ഇത്രയാണ് ഈ ഒരു സ്പെൻസറിയൻ സ്റ്റാൻസയിൽ വരുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് വില്യം ഷേക്സ്പിയറിനെ പറ്റിയിട്ട് പഠിക്കാം. ഓക്കെ, ഇത് കുറച്ച് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. വില്യം ഷേക്സ്പിയർ ക്വസ്റ്റ്യൻസിലൊക്കെ കാണാറുണ്ട്. അദ്ദേഹത്തിന്റെ ഇമ്പോർട്ടന്റ് പോയറ്റിക് വർക്ക് ആണ് ഷേക്സ്പിയേഴ്സ് സോണറ്റ്സ്. ഓക്കെ, ഷേക്സ്പീരിയൻ സോണറ്റ് സ്ട്രക്ചർ കുറച്ച് ഇമ്പോർട്ടന്റ് ആണ്. അതെന്താന്ന് വെച്ചാൽ ഒരു സോണറ്റിൽ 14 ലൈൻസ് ആണ് ഉണ്ടാവുക. ആ 14 ലൈൻസ് എന്ന് പറയുന്നത് 3 ക്വാഡ്രെയിൻസും ഒരു ഫൈനൽ കപ്ലറ്റും ആണ് ഉണ്ടാവുക. അതായത് ക്വാഡ്രെയിൻ എന്ന് പറഞ്ഞാൽ 4 ലൈൻസ് ഉള്ളതിനാണ്. അപ്പോൾ 3 ക്വാഡ്രെയിൻസും ഒരു ഫൈനൽ കപ്ലറ്റ്, അതായത് 2 ലൈൻസ്, ലാസ്റ്റിൽ 2 ലൈൻ, അങ്ങനെയാണ് ഉണ്ടാവുക. ഇതിന്റെ റൈമിംഗ് സ്കീം എന്ന് പറയുന്നത് എ ബി എ ബി സി ഡി സി ഡി ഇ എഫ് ഇ എഫ് ജി ജി. ഇതാണ് ഇതിന്റെ റൈമിംഗ് സ്കീം എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് ഇതിന്റെ തീംസ് നോക്കാം. ഫസ്റ്റ് പോയിന്റ് ലവ് ആൻഡ് ബ്യൂട്ടി. അടുത്തത് ടൈം ആൻഡ് മോർട്ടാലിറ്റി, അതായത് ടൈം എല്ലാം നശിപ്പിക്കും എന്നുള്ള ഒരു ആശയമാണ് ഷേക്സ്പിയർ പറയുന്നത്. അടുത്തത് പവർ ഓഫ് പോയട്രി ടു ഗ്രാൻഡ് ഇമ്മോർട്ടാലിറ്റി, അതായത് പോയട്രി വഴി ബ്യൂട്ടി ഫോർ എവർ ജീവിക്കും എന്നാണ് ഷേക്സ്പിയർ പറഞ്ഞു വെക്കുന്നത്. ഓക്കെ, ഒരു പോയിന്റ് ആണ് ഫ്രണ്ട്ഷിപ്പ് ആൻഡ് ബെട്രയൽ. ഓക്കെ, ഇദ്ദേഹത്തിന്റെ മെയിൻ ഇമ്പോർട്ടന്റ് ഐഡിയ എന്ന് പറയുന്നത് പോയട്രി പ്രിസർവ്സ് ബ്യൂട്ടി ഈവൻ വെൻ ടൈം ഡെസ്ട്രോയ്സ് ഇറ്റ്. ഓക്കെ ആണല്ലോ. ഇത്രയാണ് ഇതിൽ പറയുന്നത്. ഇനി നമുക്ക് നോക്കാനുള്ളത് മെറ്റാഫിസിക്കൽ പോയട്രി ആണ്. ഈ പോയട്രി സ്റ്റൈല് വളരെ ഇന്റലക്ച്വൽ ആണ്. അതായത് സിമ്പിൾ ഇമോഷൻസ് മാത്രമല്ല, ഡീപ്പ് തിങ്കിങ്ങും ലോജിക്കും ഇതിൽ കാണാൻ പറ്റും. ഇതിന്റെ മെയിൻ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാന്ന് വെച്ചാൽ, ഫസ്റ്റ് വൺ ഇന്റലക്ച്വൽ ആൻഡ് ആർഗ്യുമെന്റേറ്റീവ്, അതായത് ഈ പോം വായിക്കുന്ന സമയത്ത് ഒരു ഡിസ്കഷൻ പോലെ നമുക്ക് തോന്നും. അടുത്ത പോയിന്റ് മെറ്റാഫിസിക്കൽ കൺസീറ്റ്സ്, അതായത് വളരെ അൺയൂഷ്വൽ ആയിട്ടുള്ള കമ്പാരിസൺസ് ഉപയോഗിക്കും. അതായത് സ്ഥിരമായിട്ട് കാണുന്ന ടൈപ്പ് കമ്പാരിസൺസ് ആയിരിക്കില്ല. അടുത്ത പോയിന്റ് ബ്ലെൻഡിങ് ഓഫ് ഇമോഷൻ ആൻഡ് ഇന്റലക്ട്, അതായത് ഫീലിങ്സും ഇന്റലിജൻസും ഒക്കെ മിക്സ് ചെയ്തിട്ടുണ്ടായിരിക്കും ഇതിൽ. അടുത്തത് പാരഡോക്സ്, വിറ്റ് ആൻഡ് ഐറണി, അതായത് കോൺട്രാഡിക്ടറി ഐഡിയാസും ക്ലെവർ എക്സ്പ്രഷൻസും ഇവരിതിൽ ഉപയോഗിക്കും. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ജോൺ ഡൺ ആണ്. ഓക്കെ, ഇദ്ദേഹം മെറ്റാഫിസിക്കൽ പോയട്രിയിലെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് പോയിന്റ് ആയിട്ടുള്ള ഒരാളാണ്. അദ്ദേഹത്തിന്റെ ഫേമസ് പോയംസ് എന്ന് പറയുന്നത് 2 ഉണ്ട്. ദ സൺ റൈസിംഗ് ഒന്ന്, അടുത്തൊന്ന് ദ കാനണൈസേഷൻ. ഓക്കെ, ഇത് 2 ആണ്. ഇനി ഇതിന്റെ തീംസ് നോക്കാം നമുക്ക്. തീംസിൽ ഫസ്റ്റ് വരുന്നത് സ്പിരിച്വൽ ലവ്, അതായത് ഫിസിക്കൽ ലവിന് മുകളിലുള്ള ഒരു ഡീപ്പ് ലവ് ആണ് ഇവിടെ കാണുന്നത്. അടുത്തത് യൂണിയൻ ഓഫ് ബോഡി ആൻഡ് സോൾ, അതായത് ബോഡിയും സോളും ഒന്നിക്കുന്ന റിലേഷൻഷിപ്പ് ആണ് ഡോൺ ഇവിടെ അവതരിപ്പിക്കുന്നത്. അടുത്തത് ക്രിറ്റിസിസം ഓഫ് മെറ്റീരിയൽ ലൈഫ്. ഓക്കെ, ഇത്രയാണ് തീംസ് വരുന്നത്. ഇനി നമുക്ക് നോക്കാനുള്ളത് സ്റ്റൈലാണ്. ഇതിന്റെ സ്റ്റൈൽ എന്ന് പറയുന്നത് ഡ്രമാറ്റിക് ഓപ്പണിങ്സ്, അതായത് പോയം സഡൻ ആയിട്ടായിരിക്കും തുടങ്ങുക. കോൺവെർസേഷണൽ ടോൺ, അതായത് ഒരാളോട് നേരിട്ട് സംസാരിക്കുന്ന പോലെ ആയിരിക്കും നമുക്ക് ഫീൽ ചെയ്യാം. അടുത്തത് അൺയൂഷ്വൽ കമ്പാരിസൺസ്, സ്ട്രേഞ്ച് ആയിരിക്കും, പക്ഷെ എന്താണ്, ഇന്റലിജന്റ് കമ്പാരിസൺസ് ആണ് ഇവരിവിടെ ഉപയോഗിക്കുക. ഓക്കെ, ഇത്രയാണ് ഇദ്ദേഹത്തിനെ പറ്റി പഠിക്കാനുള്ളത്. ഇനി നമുക്ക് ഫൈനലി ജോൺ മിൽട്ടനെയാണ് പഠിക്കാനുള്ളത്. അതുകൂടെ കഴിഞ്ഞാൽ ഈ ബ്ലോക്ക് കഴിയും. ഓക്കെ, മിൽട്ടന്റെ മേജർ വർക്കാണ് പാരഡൈസ് ലോസ്റ്റ്. ഓക്കെ, ആദം ആൻഡ് ഈവിന്റെ ഫോളും അതുപോലെ സാത്താന്റെ ആ ഒരു റിബല്യൻ എഗെയിൻസ്റ്റ് ഗോഡും ഒക്കെ പറയുന്ന എപ്പിക് പോയമാണിത്. സോ നമുക്ക് ഇതിന്റെ തീംസ് നോക്കാം. ഫസ്റ്റ് വൺ ഫ്രീ വിൽ, അതായത് മനുഷ്യന് സ്വന്തം ചോയ്സ് ഉണ്ട്, ചോയ്സിൽ ചെയ്യാനുള്ള ആ ഒരു ഫ്രീഡം ഉണ്ടെന്ന് പോയം പറയുന്നു. അടുത്തത് ഒബീഡിയൻസ് ആൻഡ് റിബല്യൻ, ഗോഡിനെ ഒബേ ചെയ്യുന്നതും എഗെയിൻസ്റ്റ് പോകുന്നതും പോയത്തിൽ എന്താണ് ഒരു സെൻട്രൽ ഐഡിയ ആയിട്ട് കാണിക്കുന്നുണ്ട്. ഡിവൈൻ ജസ്റ്റിസ്, അടുത്തത് അവസാനം ജസ്റ്റിസ് ജയിക്കും എന്നുള്ള ഒരു ആശയമാണ് പോയത്തിൽ കാണാൻ പറ്റുന്നത്. ഓക്കെ, ഇനി ഇദ്ദേഹത്തിന്റെ സ്റ്റൈല് നോക്കാം. ഫസ്റ്റ് വൺ ബ്ലാങ്ക് വേഴ്സ്, അതായത് റൈം ഇല്ലാത്ത ഒരു പോയറ്റിക് സ്റ്റൈലാണ് ബ്ലാങ്ക് വേഴ്സ് എന്ന് പറയുന്നത്. അടുത്തത് എപ്പിക് സിമിലീസ്, അതായത് ലോങ് കമ്പാരിസൺസ് ആയിരിക്കും ഉപയോഗിക്കുക. ഓക്കെ, അടുത്തത് ലാസ്റ്റ് പോയിന്റ് ഗ്രാൻഡ് ആൻഡ് എലവേറ്റഡ് ലാംഗ്വേജ്, അതായത് ലാംഗ്വേജ് വളരെ പവർഫുള്ളും മജസ്റ്റിക്കും ആണ്. ഇത്രയാണ് നമ്മളെ ബ്ലോക്ക് 1 വരുന്നത്. ഓക്കെ, ബ്ലോക്ക് 1 ഒരു ക്വിക്ക് സമ്മറി. നമ്മൾ ഫസ്റ്റ് പഠിച്ചത് എന്തായിരുന്നു, റിനൈസൻസ് പോയട്രി, അതെന്താണ്, റിനൈസൻസ് എന്താണെന്ന് പഠിച്ചു, അതിന്റെ മെയിൻ ഫീച്ചേഴ്സും പഠിച്ചു. അടുത്തത് നമ്മൾ പഠിച്ചത്
വരുന്നത് സർ ഫിലിപ്പ് സിഡ്നിയാണ്. അദ്ദേഹത്തിന്റെ ഇമ്പോർട്ടന്റ് വർക്ക്സ്, തീംസ്, അദ്ദേഹത്തിന്റെ കീ പോയിന്റ്സ് ഒക്കെ നമ്മൾ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് എഡ്മണ്ട് സ്പെൻസറിലേക്ക് വന്നു. അദ്ദേഹത്തിന്റെ ഇമ്പോർട്ടന്റ് പോയിന്റ് വർക്ക് ആയിട്ടുള്ള ദ ഫെയറി ക്വീൻ, അതുപോലെ അദ്ദേഹത്തിന്റെ മേജർ വേർച്യൂസ്, അദ്ദേഹത്തിന്റെ സ്പെൻസറിയൻ സ്റ്റാൻഡ്സ് എന്താണെന്നും പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് നമ്മൾ വില്യം ഷേക്സ്പിയർ പറഞ്ഞു. അദ്ദേഹത്തിന്റെ ഇമ്പോർട്ടന്റ് വർക്ക് സ്ട്രക്ചർ ഓഫ് ഷേക്സ്പിയറിയൻ സോണറ്റ്, അതിലെ തീം കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് വന്നതാണ് മെറ്റാഫിസിക്കൽ പോയട്രി, അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സും അതുപോലെ തന്നെ മെറ്റാഫിസിക്കൽ പോയട്രിയിൽ വരുന്ന പോയറ്റ്സ്, അതായത് ജോൺ ഡൺ, അതുപോലെ ജോൺ മിൽട്ടൺ. ഇത്രയാണ് നമ്മൾ ഈ ഒരു ബ്ലോക്ക് 1 പഠിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ബ്ലോക്ക് 2 നോക്കാം. റീസ്റ്റോറേഷൻ ആൻഡ് 18th സെഞ്ച്വറി പോയട്രി. സോ ഈ ഒരു പീരീഡിനെ നിയോ ക്ലാസിക്കൽ ഏജ് എന്ന് വിളിക്കുന്നുണ്ട്. കാരണം ഈ കാലഘട്ടത്തിലെ റൈറ്റേഴ്സ് പഴയ ഗ്രീക്ക്, റോമൻ ലിറ്ററേച്ചറിനെയൊക്കെ ഇമിറ്റേറ്റ് ചെയ്തിരുന്നു. അവരുടെ റൈറ്റിംഗ് സ്റ്റൈലിൽ ഡിസിപ്ലിൻ, അതുപോലെ ബാലൻസ്, ഓർഡർ, ഇതിനൊക്കെ വലിയ ഇമ്പോർട്ടൻസ് ഉണ്ടായിരുന്നു. സോ നമുക്ക് ഈ ഒരു പീരീഡിന്റെ മെയിൻ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. എംഫസിസ് ഓൺ റീസൺ ആൻഡ് ഓർഡർ. ഈ കാലഘട്ടത്തിലെ റൈറ്റേഴ്സ് ഇമോഷൻസിനേക്കാൾ കൂടുതൽ റീസണിന് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകിയിട്ടുണ്ടായിരുന്നു. റൈറ്റിംഗിൽ ക്ലാരിറ്റി, ബാലൻസ്, ഓർഡർ എന്നിവ മെയിൻറ്റെയിൻ ചെയ്യാനും അവർ നന്നായിട്ട് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അടുത്ത പോയിന്റ്, യൂസ് ഓഫ് സറ്റയർ. അതായത് സൊസൈറ്റിയിലെ തെറ്റുകളും ഹിപ്പോക്രസിയും ഒക്കെ ക്രിട്ടിസൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് സറ്റയർ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. അടുത്ത പോയിന്റ്, ഫോക്കസ് ഓൺ സൊസൈറ്റി ആൻഡ് മൊറാലിറ്റി. അതായത് ഇൻഡിവിജ്വൽ ഫീലിങ്സിനേക്കാൾ കൂടുതൽ സൊസൈറ്റിയും അതുപോലെ തന്നെ മോറൽ വാല്യൂസും ആണ് റൈറ്റേഴ്സ് കൂടുതലും ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, പോയിട്രി റിട്ടേൺ ഇൻ ഹീറോയിക് കപ്ലറ്റ്സ്. ഈ ഒരു പീരീഡിലെ പല പല കവിതകൾ എടുത്താലും നമുക്ക് മനസ്സിലാവും ഹീറോയിക് കപ്ലറ്റ്സിലാണ് എഴുതപ്പെട്ടിട്ടുള്ളത്. അതായത് ഹീറോയിക് കപ്ലറ്റ്സ് എന്ന് പറയുന്നത് 2 ലൈൻസ് റൈമിംഗ് സ്ട്രക്ചർ ആണ്. സാധാരണയായിട്ട് അയാംബിക് പെന്റാമീറ്ററിലാണ് ഇത് എഴുതുന്നത്. ഓക്കെ, ഇത്രയാണ് ഇതിലെ മെയിൻ ഫീച്ചേഴ്സ് വരുന്നത്. ഇനി നമുക്ക് അലക്സാണ്ടർ പോപ്പിനെ പറ്റിയിട്ട് പഠിക്കാം. നിയോ ക്ലാസിക്കൽ ഏജിലെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് അലക്സാണ്ടർ പോപ്പ്. അദ്ദേഹത്തിന്റെ മേജർ വർക്കാണ് ദ റേപ്പ് ഓഫ് ദി ലോക്ക് എന്ന് പറഞ്ഞിട്ടുള്ളത്. സോ ഈ പോയത്തിന്റെ നേച്ചർ നോക്കാം നമുക്ക്. മോക്ക് എപ്പിക്, അതാണ് ഫസ്റ്റ് പോയിന്റ്. അതായത് മോക്ക് എപ്പിക് എന്ന് പറയുന്നത് ചെറിയ അല്ലെങ്കിൽ എന്താ പറയുക ട്രിവിയൽ ആയിട്ടുള്ള ഒരു സംഭവം, ലളിതമായിട്ടുള്ള എന്തെങ്കിലും ചെറിയ സംഭവം വളരെ ഗ്രാൻഡ് സ്റ്റൈലിൽ അവതരിപ്പിക്കുന്ന ഒരു പോയറ്റിക് ഫോം ആണിത്. ഓക്കെ, അതായത് സീരിയസ് എപ്പിക് പോം പോലെ സ്റ്റൈൽ ഉപയോഗിക്കും, പക്ഷെ സംഭവം എന്തായിരിക്കും, വളരെ ചെറിയതായിരിക്കും. സോ ഈ പോയത്തിന്റെ പ്ലോട്ട് നോക്കുകയാണെങ്കിൽ, ബെലിൻഡ എന്ന ഒരു യങ് ലേഡിയുടെ ഒരു ഹെയറിലെ ഒരു ലോക്ക് ഒരു യങ് ലോഡ് കട്ട് ചെയ്യുന്നു. സാധാരണ നോക്കുമ്പോൾ ഇതെന്താണ്, ഒരു ചെറിയ സംഭവം മാത്രമാണ്. പക്ഷെ പോപ്പ് ഈ ഒരു സംഭവം എന്താണ്, എപ്പിക് സ്റ്റൈലിൽ അവതരിപ്പിക്കുന്നു. ഈ ഇൻസിഡന്റ് വഴി അരിസ്റ്റോക്രാറ്റിക് സൊസൈറ്റിയുടെ ആർട്ടിഫിഷ്യൽ ബിഹേവിയറിനെ പോപ്പ് സെറ്റയർ ചെയ്യുന്നുണ്ട്. സോ നമുക്കിതിന്റെ തീം നോക്കാം. ഫസ്റ്റ് വൺ, വാനിറ്റി ഓഫ് അപ്പർ ക്ലാസ് സൊസൈറ്റി. അതായത് അപ്പർ ക്ലാസ് സൊസൈറ്റിയിലെ പ്രൈഡ്, ബ്യൂട്ടി കോൺഷ്യസ്നെസ്, ആർട്ടിഫിഷ്യൽ ബിഹേവിയർ എന്നിവയൊക്കെ പോപ്പ് എന്ത് ചെയ്യുന്നുണ്ട്, ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ട്. അടുത്ത പോയിന്റ്, സോഷ്യൽ മാനേഴ്സ്. അതായത് ഹൈ സൊസൈറ്റിയിലെ ഫോർമൽ ബിഹേവിയറും അതുപോലെ ഷാലോ റിലേഷൻഷിപ്സും ഒക്കെ പോയത്തിൽ നമുക്ക് കാണാൻ പറ്റും. അടുത്ത പോയിന്റ്, സറ്റയർ ഓഫ് ആർട്ടിഫിഷ്യൽ ലൈഫ് സ്റ്റൈൽ. അതായത് ആർട്ടിഫിഷ്യൽ ലൈഫ് സ്റ്റൈലിനെയും ഫേക്ക് ആയിട്ടുള്ള സോഷ്യൽ വാല്യൂസിനെയും ഒക്കെ പോപ്പ് മോക്ക് ചെയ്യുന്നുണ്ട്, കളിയാക്കുന്നുണ്ട്. സോ ഇനി നമുക്ക് സ്റ്റൈല് നോക്കാം. ഫസ്റ്റ് വൺ, ഹീറോയിക് കപ്ലറ്റ്സ്. പോയം മുഴുവനും എഴുതിയിട്ടുണ്ടാവുക ഹീറോയിക് കപ്ലറ്റ്സിലാണ്. ഓക്കെ, അടുത്തത് വിറ്റ് ആൻഡ് ഐറണി. ക്ലവർ എക്സ്പ്രഷൻസും ഐറോണിക് സ്റ്റേറ്റ്മെന്റ്സും ഒക്കെ പോയത്തിൽ വളരെ കൂടുതലായിട്ട് കാണാൻ പറ്റും. അടുത്തതായിട്ട് നമുക്ക് നോക്കാനുള്ളത് നിയോ ക്ലാസിക്കൽ പോയട്രിയിലെ സറ്റയറിനെ കുറിച്ചിട്ടാണ്. ഓക്കെ, ഈ പീരീഡിൽ സറ്റയർ വളരെ ഇമ്പോർട്ടന്റ് ലിറ്റററി ടെക്നിക് ആയിരുന്നു. ഓക്കെ, ഈ സറ്റയറിന്റെ പേർപ്പസ് നമുക്ക് നോക്കാം. സൊസൈറ്റിയിലെ ഈ കറപ്ഷന്, അതുപോലെ ഹിപ്പോക്രസി, മോറൽ വീക്ക്നെസ് എന്നിവ ക്രിട്ടിസൈസ് ചെയ്യാനാണ് സറ്റയർ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. ഈ റൈറ്റേഴ്സ് നേരിട്ട് ക്രിട്ടിസൈസ് ചെയ്യാതെ കുറച്ച് ഹ്യൂമർ, തമാശയും ഐറോണിയും ഒക്കെ ഉപയോഗിച്ചാണ് സോഷ്യൽ ക്രിറ്റിസിസം നടത്തിയിട്ടുള്ളത്. ഓക്കെ, ഇതിന്റെ ടെക്നിക്സ് നോക്കാം ഇനി.
ഫസ്റ്റ് വൺ ഐറണിയാണ്. അതായത് ഒരു കാര്യം പറയുമ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് മീനിങ് ഇംപ്ലൈ ചെയ്യുന്നതാണ് ഐറണി എന്ന് പറയുന്നത്. അടുത്തത് മോക്കറി. ആളുകളെയോ അല്ലെങ്കിൽ സൊസൈറ്റിയുടെയോ ഒക്കെ ഫൂളിഷ് ബിഹേവിയറിനെ റിഡിക്യൂൾ ചെയ്യുന്നതാണ് മോക്കറി, തമാശയാക്കുന്നത്. അടുത്തതാണ് എക്സാജറേഷൻ. അതായത് ഒരു കാര്യം ഓവറായിട്ട് പ്രസന്റ് ചെയ്യുന്നതിനാണ് എക്സാജറേഷൻ എന്ന് പറയുന്നത്. ഇത് സെറ്റയർ കൂടുതൽ ഹ്യൂമറസ് ആക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. സോ ഇത്രയാണ് നമ്മളെ ഈ ഒരു സെക്കൻഡ് ബ്ലോക്ക് വരുന്നത്. ഇതിൽ നമ്മൾ പറഞ്ഞ ഒന്നൊരു ക്വിക്ക് റിവിഷൻ നോക്കാം നമുക്ക്. 18th സെഞ്ചുറി പോയട്രി, അതായത് നിയോ ക്ലാസിക്കൽ പോയട്രി, അതിലെ മെയിൻ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്. പിന്നീട് നമ്മൾ അലക്സാണ്ടർ പോപ്പിനെ പറഞ്ഞു, അദ്ദേഹത്തിന്റെ മേജർ വർക്ക്, അദ്ദേഹത്തിന്റെ നേച്ചർ ഓഫ് പോം, അതുപോലെ തന്നെ പ്ലോട്ട്, തീംസ്, സ്റ്റൈലും ഒക്കെ പറഞ്ഞു. പിന്നെ ഈ സെറ്റയറിനെ പറ്റി പറഞ്ഞു, നിയോ ക്ലാസിക്കൽ പോയട്രിയിൽ എങ്ങനെയൊക്കെയാണ് സെറ്റയർ, അതിന്റെ പർപ്പസ് എന്തൊക്കെയാണ്, അതുപോലെ ടെക്നിക്സ് എന്തൊക്കെയാണ്. ഇത്രയാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഇനി നമ്മൾ പോകുന്നത് നെക്സ്റ്റ് ബ്ലോക്കിലേക്കാണ്, ബ്ലോക്ക് 3. റൊമാൻറ്റിക് പോയിട്രി. റൊമാൻറ്റിക് പോയിട്രി ഇംഗ്ലീഷ് ലിറ്ററേച്ചറിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് ആണ്. ഈ മൂവ്മെന്റ് മെയിൻലി ഇമോഷൻസ്, ഇമാജിനേഷന്, അതുപോലെ നേച്ചർ എന്നിവയ്ക്ക് ഇമ്പോർട്ടൻസ് നൽകിയിട്ടുണ്ട്. ആദ്യം നമുക്ക് ഇതിന്റെ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് നോക്കാം. റൊമാൻറ്റിക് മൂവ്മെന്റ് 1798 മുതൽ 1832 വരെ ഡെവലപ്പ് ചെയ്ത ഒരു ലിറ്റററി മൂവ്മെന്റ് ആണ്. ഇൻഡസ്ട്രിയലൈസേഷനും അതുപോലെ എക്സസീവ് റാഷണാലിസവും ഒക്കെ എതിർത്തിട്ടാണ് ഈ റൊമാൻറ്റിക് മൂവ്മെന്റ് വന്നിട്ടുള്ളത്. ആ കാലത്ത് മെഷീൻസും അതുപോലെ തന്നെ ഇൻഡസ്ട്രിയൽ ലൈഫും ഒക്കെ കൂടുതലായിട്ട് വന്ന സമയത്താണ് പോയിറ്റ്സ് മനുഷ്യന്റെ ഇമോഷൻസ്, അതുപോലെ നേച്ചർ, ഇമാജിനേഷൻ എന്നിവയ്ക്കൊക്കെ വേണ്ടി വീണ്ടും ഇമ്പോർട്ടൻസ് നൽകാൻ തുടങ്ങിയിട്ടുള്ളത്. സോ നമുക്ക് ഇതിന്റെ മെയിൻ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കാം. ഇമ്പോർട്ടൻസ് ഓഫ് നേച്ചർ. നേച്ചർ റൊമാൻറ്റിക് പോയിറ്റ്സിന് ഒരു സിമ്പിൾ സീനറി മാത്രമല്ല, അവർക്ക് ഈ ഒരു നേച്ചർ എന്ന് പറയുന്ന ഒരു ടീച്ചറും ഗൈഡും സ്പിരിച്വൽ ഗൈഡും ഒക്കെ ആയിട്ടാണ് അവർ കാണുന്നത്. നെക്സ്റ്റ് പോയിന്റ്, എംഫസിസ് ഓൺ ഇമോഷൻ ആൻഡ് ഇമാജിനേഷൻ. അതായത് റീസൺ ചെയ്യുന്നതിനേക്കാൾ ഇമോഷൻസിനും ഇമാജിനേഷനും ആണ് ഇവർ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. നെക്സ്റ്റ് പോയിന്റ്, ഇൻട്രസ്റ്റ് ഇൻ ഇൻഡിവിജ്വൽ ഫ്രീഡം. അതായത് ഇൻഡിവിജ്വൽ തോട്ട്സും പേഴ്സണൽ ഫ്രീഡവും ഒക്കെ റൊമാൻറ്റിക് പോയിറ്റ്സ് വളരെ വാല്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ. സിമ്പതി ഫോർ കോമൺ പീപ്പിൾ. അതായത് ഓർഡിനറി പീപ്പിളിന്റെയും അതുപോലെ റൂറൽ ലൈഫിന്റെയും ഒക്കെ എക്സ്പീരിയൻസസ് പോയട്രിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അതായത് നോർമൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അതിൽ ഉണ്ടായിരുന്നു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് വില്യം വേർഡ്സ്വർത്തിനെ പറ്റിയിട്ടാണ്. വേർഡ്സ്വർത്ത് റൊമാൻറ്റിക് പോയട്രിയിലെ ഒരു സെൻട്രൽ ഫിഗർ ആയിട്ട് അറിയപ്പെടുന്നു. അദ്ദേഹത്തിന്റെ ഫേമസ് ഐഡിയ ആണ് പോയട്രി ഈസ് ഇമോഷൻ റീകളക്റ്റഡ് ഇൻ ട്രാങ്ക്വിലിറ്റി. അതായത് കാമായ സമയത്ത് ഈ പാസ്റ്റ് ഇമോഷൻസ് ഓർത്തെടുക്കുന്നതാണ് പോയട്രി എന്നാണ് ഇദ്ദേഹം പറയുന്നത്. സോ നമുക്ക് ഇതിലെ തീംസ് നോക്കാം. ഫസ്റ്റ് പോയിന്റ്, നേച്ചർ ആസ് എ സ്പിരിച്വൽ ഗൈഡ്. വേർഡ്സ്വർത്തിന് നേച്ചർ സ്പിരിച്വൽ പവർ ഉള്ളതുപോലെയാണ്. അതായത് നേച്ചർ മനുഷ്യനെ മോറലി ഗൈഡ് ചെയ്യുന്നു എന്നാണ് അദ്ദേഹം വിശ്വസിക്കുന്നത്. നെക്സ്റ്റ് പോയിന്റ്, ചൈൽഡ്ഹുഡ് ഇന്നസെൻസ്. ചിൽഡ്രൻ പ്യുവറും അതുപോലെ തന്നെ ഇന്നസെന്റും ആണെന്നാണ് അദ്ദേഹം അവതരിപ്പിക്കുന്നത്. അടുത്ത പോയിന്റ്, സിംപ്ലിസിറ്റി ഓഫ് റൂറൽ ലൈഫ്. അതായത് വില്ലേജ് ലൈഫിന്റെ ആ ഒരു സിംപ്ലിസിറ്റിയും പീസും ഒക്കെ അദ്ദേഹത്തിന്റെ പോയട്രിയിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ഓക്കെ. നെക്സ്റ്റ് നമുക്ക് സ്റ്റൈല് നോക്കാം. ഫസ്റ്റ് പോയിന്റ്, സിമ്പിൾ ലാംഗ്വേജ്. അതായത് ഡിഫിക്കൽട്ട് പോയറ്റിക് ലാംഗ്വേജ് ഒക്കെ ഒഴിവാക്കിയിട്ട് കോമൺ ലാംഗ്വേജ് ആണ് അദ്ദേഹം ഉപയോഗിച്ചിട്ടുള്ളത്. നെക്സ്റ്റ് പോയിന്റ്, ഫോക്കസ് ഓൺ ഓർഡിനറി പീപ്പിൾ. അതായത് ഓർഡിനറി സാധാരണ മനുഷ്യരുടെ ജീവിതം പോയട്രിയുടെ ഒരു സബ്ജക്റ്റ് ആക്കി മാറ്റിയിട്ടാണ് വേർഡ്സ്വർത്തിന്റെ ആ ഒരു വലിയൊരു കോൺട്രിബ്യൂഷൻ ആണത്. ഓക്കെ. അതായത് ഓർഡിനറി പീപ്പിളിനെ ഫോക്കസ് ചെയ്യാന്നുള്ളത്. അതുകൊണ്ട് വേർഡ്സ്വർത്ത് ട്രാൻസ്ഫോംഡ് പോയട്രി ബൈ മേക്കിംഗ് കോമൺ ലൈഫ് എ പോയറ്റിക് സബ്ജക്റ്റ് എന്നാണ് പറയുന്നത്. അതായത് വേർഡ്സ്വർത്ത് ട്രാൻസ്ഫോംഡ് പോയട്രി ബൈ മേക്കിംഗ് കോമൺ ലൈഫ് എ പോയറ്റിക് സബ്ജക്റ്റ്, അങ്ങനെയാണ് അദ്ദേഹത്തിനെ പറ്റിയിട്ട് പറയുന്നത്. അതുപോലെ തന്നെ ഒരു ഇമ്പോർട്ടൻ്റ് എക്സാം പോയിന്റ് ആയിട്ട് ഉള്ള ഒരു കാര്യമാണ് ലിറിക്കൽ ബല്ലാഡ്സ്. ഓക്കെ. 1798 വേർഡ്സ്വർത്തും കോളറിഡ്ജും ചേർന്ന് പബ്ലിഷ് ചെയ്തിട്ടുള്ള ഒരു വർക്കാണ് ഈ ഒരു ലിറിക്കൽ ബല്ലാഡ്സ് എന്ന് പറയുന്നത്. ഇത് റൊമാൻറ്റിക് മൂവ്മെന്റിന്റെ ബിഗിനിങ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ. ഇനി നമുക്ക് പഠിക്കാനുള്ളത് കോളറിഡ്ജ് ആണ്. കോളറിഡ്ജ് ഒരു റൊമാൻറ്റിക് പോയിറ്റ് ആയിരുന്നു. ബട്ട് അദ്ദേഹത്തിന്റെ പോയട്രി ഇമാജിനേഷന് അതുപോലെ സൂപ്പർ നാച്ചുറൽ എലമെന്റ്സും ഒക്കെ കൊണ്ടാണ് ഫേമസ് ആയിട്ടുള്ളത്. ഓക്കെ. അദ്ദേഹത്തിന്റെ ഇമ്പോർട്ടന്റ് വർക്കാണ് ദ റൈം ഓഫ് ദി ആൻഷ്യന്റ് മെറിനർ. സോ നമുക്ക് ഇതിന്റെ തീംസ് നോക്കാം.
ഫസ്റ്റ് വൺ സൂപ്പർ നാച്ചുറൽ എലമെന്റ്സ്. പോയത്തില് സൂപ്പർ നാച്ചുറൽ ഇവന്റ്സും അതുപോലെ മിസ്റ്റീരിയസ് ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറും ഒക്കെ നമുക്ക് കാണാൻ പറ്റും. സിൻ ആൻഡ് റിഡംഷൻ, അതായത് ആൻഷ്യൻ മെറിനറിൽ ചെയ്ത തെറ്റും അതിന്റെ പണിഷ്മെന്റും അതുപോലെ പിന്നീട് റിഡംഷനും ഒക്കെ പോയത്തിൽ അവതരിപ്പിക്കുന്നുണ്ട്. നെക്സ്റ്റ് പോയിന്റ് റെസ്പെക്ട് ഫോർ നേച്ചർ. നേച്ചറിനെ ഡിസ്റെസ്പെക്ട് ചെയ്യുന്ന സമയത്ത് എന്താണ് കോൺസിക്വൻസ് ഉണ്ടാകുമെന്ന് പോയം പറയാണ്. അതായത് നമ്മൾ നേച്ചറിനെ എന്തെങ്കിലും മോശമായിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനുള്ള ഒരു കോൺസിക്വൻസ് നമുക്ക് കിട്ടും എന്നുള്ളതാണ് പറയുന്നത്. സോ ഇനി നമുക്ക് സ്റ്റൈൽ നോക്കാം. ഫസ്റ്റ് പോയിന്റ് ഇമാജിനേറ്റീവ് ആൻഡ് സിംബോളിക്. കോളറിഡ്സ് ഇമാജിനേഷനും അതുപോലെ സിമ്പിൾസും ഒക്കെ വളരെ എഫക്റ്റീവ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. നെക്സ്റ്റ് പോയിന്റ് റിച്ച് നറേറ്റീവ് സ്ട്രക്ചർ, അതായത് സ്റ്റോറി ടെല്ലിംഗ് സ്റ്റൈലാണ് ഈ പോയം അധികവും കാണപ്പെടുന്നത്. സോ ഇത്രയാണ് നമുക്ക് ഇയാളെ പറ്റിയിട്ട് പഠിക്കാനുള്ളത്. അടുത്ത് നമുക്ക് പി.ബി. ഷെല്ലിനെ പറ്റിയിട്ട് നോക്കാം. പി.ബി. ഷെല്ലി റെവല്യൂഷണറി ഐഡിയാസിനൊക്കെ ഫേമസ് ആയിട്ടുള്ള ഒരു റൊമാൻറ്റിക് പോയിറ്റ് ആണ്. അദ്ദേഹത്തിന്റെ ഇമ്പോർട്ടൻറ്റ് പോയമാണ് ഓഡ് ടു ദ വെസ്റ്റ് വിൻഡ്. സോ നമുക്ക് അതിന്റെ തീം നോക്കാം. ഫസ്റ്റ് വൺ റെവല്യൂഷൻ ആൻഡ് ചേഞ്ച്. ഓൾഡ് സിസ്റ്റംസ് മാറി പുതിയ വേൾഡ് വരണം എന്ന ആശയമാണ് ഷെല്ലി അവതരിപ്പിക്കുന്നത്. നെക്സ്റ്റ് പോയിന്റ് പവർ ഓഫ് നേച്ചർ, അതായത് വെസ്റ്റ് വിൻഡ് ഇവിടെ നേച്ചറിന്റെ പവർഫുൾ ഫോഴ്സിനെയാണ് സിംബലൈസ് ചെയ്യുന്നത്. ഓക്കെ, അടുത്ത പോയിന്റ് ഹോപ്പ് ഫോർ ദി ഫ്യൂച്ചർ, അതായത് ഡിഫിക്കൽട്ടീസ് കഴിഞ്ഞാൽ ഒരു ബെറ്റർ ഫ്യൂച്ചർ വരും എന്നാണ് ഷെല്ലി വിശ്വസിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് ഈ ഒരു പോയത്തിൽ ഒരു ഫേമസ് ലൈൻ ഉണ്ട്, ഇഫ് വിന്റർ കംസ് ക്യാൻ സ്പ്രിങ് ബി ഫാർ ബിഹൈൻഡ്. അതായത് വിന്റർ ഇവിടെ ഡിഫിക്കൽട്ടീസിനാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പോൾ സ്പ്രിങ് ഹോപ്പും റിന്യൂവലും, സ്പ്രിങ് ഹോപ്പും റിന്യൂവലും സിംബലൈസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതായത് അദ്ദേഹം വിശ്വസിച്ചിട്ടുള്ളത് ഒരു ഡിഫിക്കൽട്ടി കഴിഞ്ഞിട്ടാണെങ്കിൽ ഒരു ബെറ്റർ ഫ്യൂച്ചർ വരും എന്നാണ് അദ്ദേഹത്തിന്റെ ആ ഒരു തോട്ട്. ഓക്കെ, അത്രയാണ് ഇവിടെ പറഞ്ഞു വെക്കുന്നത്. നെക്സ്റ്റ് നമുക്ക് ജോൺ കീറ്റ്സിനെ നോക്കാം. ജോൺ കീറ്റ്സ് റൊമാൻറ്റിക് പോയറ്റ്സിലെ ഒരു മോസ്റ്റ് ആർട്ടിസ്റ്റിക് പോയറ്റ് ആയിട്ട് അറിയപ്പെടുന്നു. ബ്യൂട്ടിനെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ ഐഡിയാസ് ഒക്കെ വളരെ ഫേമസ് ആണ്. സോ അദ്ദേഹത്തിന്റെ ഇമ്പോർട്ടൻറ്റ് പോയംസ് ആണ് ഒന്ന് ഓഡ് ടു എ നൈറ്റിംഗേലും അതുപോലെ ഓഡ് ഓൺ എ ഗ്രീഷ്യൻ ഏണും. ഇത് രണ്ടും അദ്ദേഹത്തിന്റെ ഇമ്പോർട്ടൻറ്റ് പോയംസ് ആണ്. ഓക്കെ, ഇനി നമുക്ക് തീംസ് നോക്കാം. ഫസ്റ്റ് വൺ ബ്യൂട്ടി ആൻഡ് ആർട്ട്. ബ്യൂട്ടി എറ്റേണൽ ആണെന്നാണ് കീറ്റ്സ് അവതരിപ്പിക്കുന്നത്. നെക്സ്റ്റ് പോയിന്റ് മോർട്ടാലിറ്റി ആൻഡ് പെർമനൻസ്. ഹ്യൂമൻ ലൈഫ് ടെമ്പററി ആണെങ്കിലും ആർട്ട് പെർമനന്റ് ആണെന്നാണ് അദ്ദേഹം പറയുന്നത്, അദ്ദേഹത്തിന്റെ പോയിംസ് ഒക്കെ പറയുന്നത്. നെക്സ്റ്റ് പോയിന്റ് സെൻസോസ് എക്സ്പീരിയൻസസ്, അതായത് നമ്മളെ സൈറ്റ്, സൗണ്ട്, സ്മെല്ല് പോലെയുള്ള ഈ ഒരു സെൻസറി എക്സ്പീരിയൻസസ് കീറ്റ്സ് വളരെ റിച്ച് ആയിട്ട് തന്നെ ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. ഓക്കെ, കീറ്റ്സിന്റെ ഫേമസ് ഐഡിയ ആണ് ബ്യൂട്ടി ഈസ് ട്രൂത്ത്, ട്രൂത്ത് ഈസ് ബ്യൂട്ടി. അതായത് റിയൽ ബ്യൂട്ടിയിലാണ് ട്രൂത്ത് ഉള്ളത് എന്നാണ് കീറ്റ്സ് വിശ്വസിക്കുന്നത്, അദ്ദേഹം പറയുന്നത്. ഓക്കെ, ഇനി അഡീഷണൽ ആയിട്ടുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആയിട്ട് ഓർക്കേണ്ടതാണ് നെഗറ്റീവ് കേപ്പബിലിറ്റി. നെഗറ്റീവ് കേപ്പബിലിറ്റി, അതായത് അൺസർട്ടനിറ്റിയും മിസ്റ്ററിയും ഒക്കെ അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു കഴിവ്, ആ ഒരു അബിലിറ്റിനെയാണ് കീറ്റ്സ് നെഗറ്റീവ് കേപ്പബിലിറ്റി എന്ന് പറഞ്ഞിട്ടുള്ളത്. അതൊന്ന് മൈൻഡിൽ വെക്കാം. ഓക്കെ, സോ നമ്മളെ തേർഡ് ബ്ലോക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഫോർത്ത് ബ്ലോക്ക് ആണ്, വിക്ടോറിയൻ പോയട്രി. വിക്ടോറിയൻ പോയട്രി 19th സെഞ്ച്വറിയിലെ സോഷ്യൽ, സയന്റിഫിക്, ഇന്റലക്ച്വൽ ചേഞ്ചസിനെ ഒക്കെ റിഫ്ലക്ട് ചെയ്യുന്ന പോയട്രിയാണ്. ഈ ഒരു പീരീഡിൽ സൊസൈറ്റി വളരെ ഫാസ്റ്റ് ആയിട്ട് മാറുക ചെയ്തിട്ടുള്ളത്. ഈ സയൻസും ടെക്നോളജിയും ഒക്കെ വളർന്നു, അതുപോലെ ഇൻഡസ്ട്രിയലൈസേഷൻ ഒക്കെ വർദ്ധിച്ചു. ഈ പഴയ റിലീജിയസ് ബിലീഫ്സ് പലരും ക്വസ്റ്റ്യൻ ചെയ്യാൻ തുടങ്ങി. അതുകൊണ്ടാണ് ഈ വിക്ടോറിയൻ പോയട്രിയിൽ അധികവും ഡൗട്ട്, അതുപോലെ ഫെയ്ത്ത്, മൊറാലിറ്റി, സോഷ്യൽ റിഫോം പോലുള്ള തീംസ് ആണ് കൂടുതലായിട്ട് കാണപ്പെടുന്നത്. സോ നമുക്ക് ഇതിന്റെ മെയിൻ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കാം. ഫസ്റ്റ് പോയിന്റ് കോൺഫ്ലിക്റ്റ് ബിറ്റ്വീൻ സയൻസ് ആൻഡ് റിലീജിയൻ. സയൻസ് വളർന്നപ്പോൾ ഈ റിലീജിയസ് ബിലീഫ്സ് പലർക്കും ഒരു അൺസർട്ടേൺ ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഈ ഒരു കോൺഫ്ലിക്റ്റ് വിക്ടോറിയൻ പോയട്രിയിൽ വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ കാണാൻ പറ്റും. നെക്സ്റ്റ് പോയിന്റ് ഇൻട്രസ്റ്റ് ഇൻ സോഷ്യൽ റിഫോം, അതായത് സൊസൈറ്റിയിലെ പ്രോബ്ലംസ് മാറ്റണം എന്ന ഒരു ചിന്ത വിക്ടോറിയൻ റൈറ്റേഴ്സിന് ഉണ്ടായിരുന്നു. പോവേർട്ടി, ഇനീക്വാളിറ്റി, സോഷ്യൽ ഇൻജസ്റ്റിസ് പോലുള്ള ഇഷ്യൂസ് അവർ ഡിസ്കസ് ചെയ്ത്. ഓക്കെ, തേർഡ് പോയിന്റ് എക്സ്പ്ലോറേഷൻ ഓഫ് ഡൗട്ട് ആൻഡ് ഫെയ്ത്ത്. ഗോഡ്, റിലീജിയൻ, ഹ്യൂമൻ ലൈഫ് എന്നിവ കുറിച്ചുള്ള ഡൗട്ടും ഫെയ്ത്തും ഒക്കെ വിക്ടോറിയൻ പോയിട്രിയിൽ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന തീംസ് ആണ്. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് ആൽഫ്രഡ് ടെനിസണിനെ പറ്റിയിട്ട് നോക്കാം. ഓക്കെ, ടെനിസൺ വിക്ടോറിയൻ ഏജിന്റെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് പോയറ്റ് ആണ്. ഓക്കെ, അദ്ദേഹത്തിന് ഓഫൻ പോയറ്റ് ലോററ്റ്
ഓഫ് ദി വിക്ടോറിയൻ ഏജ് എന്ന് വിളിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഫേമസ് വർക്ക് ആണ് ഇൻ മെമ്മോറിയം AHH. ഈ ഒരു പോം അദ്ദേഹത്തിന്റെ ക്ലോസ് ഫ്രണ്ട് ആയിട്ടുള്ള ആർത്തർ ഹലാമിന്റെ മരണത്തെ തുടർന്ന് എഴുതിയിട്ടുള്ള ഒരു എലജിയാണ്. എലജി എന്നത് മരണത്തെ കുറിച്ചുള്ള ഒരു സോറോഫുൾ പോയമാണ് കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് ഇതിന്റെ തീംസ് നോക്കാം. ഫസ്റ്റ് പോയിന്റ് ഗ്രീഫ് ആൻഡ് ലോസ്. ഫ്രണ്ടിനെ നഷ്ടപ്പെട്ടതിന്റെ ആ ഒരു ഡീപ്പ് സാഡ്നെസ് പോയത്തിൽ കാണാൻ പറ്റും. നെക്സ്റ്റ് പോയിന്റ് ഫെയ്ത്ത് ആൻഡ് ഡൗട്ട്. ടെനിസന് ചില സമയത്ത് ഗോഡിലും റിലീജിയനിലും ഫെയ്ത്ത് കാണിക്കുന്നുണ്ട്, ചിലപ്പോൾ എന്താണ് ആ ഒരു ഡൗട്ടും ഫീൽ ചെയ്യുന്നുണ്ട്. വിക്ടോറിയൻ ഏജിന്റെ ഒരു കൺഫ്യൂഷൻ ഇവിടെ നമുക്ക് റിഫ്ലക്ട് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് പോയിന്റ് മെമ്മറി ആൻഡ് ടൈം. പാസ്റ്റ് മെമ്മറീസും ടൈമിന്റെ പാസിങ്ങും ഒക്കെ പോയത്തിൽ ഇമ്പോർട്ടന്റ് റോള് പ്ലേ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് സ്റ്റൈല് നോക്കാം. മ്യൂസിക്കൽ ലാംഗ്വേജ്. ടെനിസന്റെ ലാംഗ്വേജ് വളരെ സ്മൂത്തും അതുപോലെ മ്യൂസിക്കലും ആയിരുന്നു. ഇനി അടുത്ത പോയിന്റ് ഇമോഷണൽ ഡെപ്ത്. ഡീപ്പ് ഇമോഷൻസ് പോയത്തിൽ സ്ട്രോങ് ആയിട്ട് എക്സ്പ്രസ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കൊരു അഡീഷണൽ ഇമ്പോർട്ടന്റ് പോയിന്റ് ആയിട്ട് ഓർക്കാനുള്ളത് ടെനിസന്റെ ഒരു ഫേമസ് ലൈൻ ആണ്. ഓക്കെ, ദിസ് ബെറ്റർ ടു ഹാവ് ലവ്ഡ് ആൻഡ് ലോസ്റ്റ് ദാൻ നെവർ ടു ഹാവ് ലവ്ഡ് അറ്റ് ഓൾ. അതായത് ലവ് എക്സ്പീരിയൻസ് ഇറ്റ് സെൽഫ് വാല്യുബിൾ ആണെന്നാണ് ഈ ഒരു ലൈന് സജസ്റ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് നോക്കാനുള്ളത് റോബർട്ട് ബ്രൗണിംഗ് ആണ്. ഓക്കെ, റോബർട്ട് ബ്രൗണിംഗ് ഒരു ഡ്രമാറ്റിക് മോണലോഗിന് ഫേമസ് ആയിട്ടുള്ള ഒരു പോയിറ്റ് ആണ്. ഡ്രമാറ്റിക് മോണലോഗ് എന്ന് പറഞ്ഞാൽ ഒരു ക്യാരക്ടർ തനിച്ചായി സംസാരിക്കുമ്പോൾ അതിലൂടെ അവരുടെ ആ ഒരു പേഴ്സണാലിറ്റി റിവീൽ ആകുന്ന പോയറ്റിക് ഫോം ആണ് ഡ്രമാറ്റിക് മോണലോഗ് എന്ന് പറയുന്നത്. ഓക്കെ, ബ്രൗണിങ്ങിന്റെ മോസ്റ്റ് ഫേമസ് എക്സാമ്പിൾ ആണ് മൈ ലാസ്റ്റ് ഡച്ചസ്. ഈ ഒരു പോയത്തില് ഡ്യൂക്ക് തന്റെ ഡെഡ് വൈഫിനെ കുറിച്ച് സംസാരിക്കുകയാണ്. പക്ഷേ സംസാരത്തിനിടയിൽ ഡ്യൂക്കിന്റെ പേഴ്സണാലിറ്റി തന്നെയാണ് ഗ്രാജുവലി റിവീൽ ആവുന്നത്. ഓക്കെ, ആ ഒരു ടൈപ്പ് ഓഫ് പോയട്രി കേട്ടോ. ഇനി നമുക്ക് ഇതിന്റെ ഫീച്ചേഴ്സ് നോക്കാം. ഫസ്റ്റ് പോയിന്റ് സ്പീക്കർ റിവീൽസ് പേഴ്സണാലിറ്റി ഇൻഡയറക്ട്ലി. അതായത് സ്പീക്കർ നേരിട്ട് തന്നെ കുറിച്ചൊന്നും പറയുന്നില്ല, പക്ഷേ സംസാരത്തിന്റെ രീതിയിൽ നിന്ന് പേഴ്സണാലിറ്റി എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നെക്സ്റ്റ് പോയിന്റ് സൈക്കോളജിക്കൽ അനാലിസിസ് ഓഫ് ക്യാരക്ടർ. അതായത് ഹ്യൂമൻ മൈൻഡും ഹിഡൻ ഇമോഷൻസും ബ്രൗണിങ് വളരെ ഡീപ്ലി അനലൈസ് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. സോ നെക്സ്റ്റ് നമുക്ക് തീം നോക്കാം. നെക്സ്റ്റ് പോയിന്റ് പവർ ആൻഡ് കൺട്രോൾ. ഡ്യൂക്ക് തന്റെ വൈഫിനെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്ന ആ ഒരു ആറ്റിറ്റ്യൂഡ് പോയത്തിൽ കാണാൻ പറ്റും. പിന്നെ ഹ്യൂമൻ സൈക്കോളജി, ജലസി, പ്രൈഡ്, പൊസസീവ്നെസ് പോലുള്ള ഹ്യൂമൻ ഇമോഷൻസ് ബ്രൗണിങ് എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൽ ഒരു ഇമ്പോർട്ടന്റ് അഡീഷണൽ പോയിന്റ് ആയിട്ട് വരുന്നത് ബ്രൗണിങ് ഡ്രമാറ്റിക് മോണലോഗ് ടെക്നിക്ക് പെർഫെക്റ്റ് ആക്കിയ ഒരു പോയറ്റ് ആയിട്ട് അറിയപ്പെടുന്നുണ്ട്. ആ ഒരു പോയിന്റ് കൂടി ഒന്ന് നോട്ട് ചെയ്യാം. സോ ഈ ഒരു വിക്ടോറിയൻ പോയട്രി എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ബ്ലോക്ക് നമ്മൾ കഴിഞ്ഞിട്ടുണ്ട്. സോ ഇതിൽ നമ്മളെ മേജർ ഫീച്ചേഴ്സ് പറഞ്ഞു, ആൽഫ്രഡ് ടെനിസൺ പറഞ്ഞു, റോബർട്ട് ബ്രൗണിങ്, അതുപോലെ ഡ്രമാറ്റിക് മോണലോഗ്, ഡൗട്ട്, ഫെയ്ത്ത്, സൈക്കോളജി എന്നീ കോൺസെപ്റ്റ് ഒക്കെയാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഇനി നെക്സ്റ്റ് പോയത്തിലേക്ക് പോവാം. നെക്സ്റ്റ് ബ്ലോക്ക്, അതായത് ഫൈനൽ ബ്ലോക്ക്. മോഡേൺ പോയിട്രി. മോഡേൺ പോയിട്രി മെയിൻലി വേൾഡ് വാർ 1 ശേഷം ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു പോയിട്രിയാണ്. വാർ കഴിഞ്ഞപ്പോൾ ഉള്ള ആ ഒരു സൊസൈറ്റിയിലുള്ള ഫിയർ, കൺഫ്യൂഷൻ, ഹോപ്പ്ലെസ്നെസ്, അതുപോലെ സ്പിരിച്വൽ എംപ്റ്റിനെസ് ഇതൊക്കെ വർദ്ധിച്ചു. അപ്പോൾ ഈ ആളുകൾ പഴയ വാല്യൂസിലും അതുപോലെ ട്രഡീഷൻസിലും ഫെയ്ത്ത് ഒക്കെ നഷ്ടപ്പെടാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു ക്രൈസിസ് ഓഫ് മോഡേൺ സിവിലൈസേഷൻ ആണ് മോഡേൺ പോയട്രി റിഫ്ലക്ട് ചെയ്യുന്നത്. സോ ഇതിന്റെ മെയിൻ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കാം. ഫസ്റ്റ് പോയിന്റ് ഫ്രാഗ്മെന്റഡ് സ്ട്രക്ചർ. അതായത് മോഡേൺ പോയംസിൽ ട്രഡീഷണൽ സ്ട്രക്ചർ ഫോളോ ചെയ്യാറില്ല. അതുപോലെ പോയിന്റ്സ് ഫ്രാഗ്മെന്റഡ് അല്ലെങ്കിൽ ബ്രോക്കൺ സ്റ്റൈലിൽ അവതരിപ്പിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് പോയിന്റ് സിംബോളിസം. ഡയറക്റ്റ് മീനിങ് പറയാതെ സിംബൽസ് ഉപയോഗിച്ച് ഡീപ്പർ ഐഡിയാസ് അവതരിപ്പിക്കുന്നു. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് കോംപ്ലക്സ് ഇമേജറി. ഡിഫിക്കൽട്ട് ആൻഡ് ലെയേർഡ് ഇമേജസ് മോഡേൺ പോയട്രിയിൽ കൂടുതലായിട്ട് കാണാൻ പറ്റും. ഓക്കെ, അതായത് ഡിഫിക്കൽട്ട് ആൻഡ് ലെയേർഡ് ഇമേജസ് മോഡേൺ പോയട്രിയിൽ എന്താണ് ഒരുപാട് കാണാൻ പറ്റുന്ന പറയുന്നത്. അടുത്ത പോയിന്റ് കൾച്ചറൽ പെസിമിസം. അതായത് മോഡേൺ സൊസൈറ്റി ഡീക്കേ ആകുന്നു എന്ന ആ ഒരു പെസിമിസ്റ്റിക് വ്യൂ ആണ് പോയിറ്റ്സ് അവതരിപ്പിക്കുന്നത്. അതായത് ഒരു നെഗറ്റീവ് വ്യൂ. ഓക്കെ, ഇതിലൊരു ഇമ്പോർട്ടന്റ് അഡീഷണൽ പോയിന്റ് ആയിട്ട് മനസ്സിൽ വെക്കാനുള്ളത് ഏലിയനേഷനും അതുപോലെ ഐസൊലേഷനും ഒക്കെ മോഡേൺ പോയട്രിയിലെ റിപ്പീറ്റഡ് തീംസ് ആണ്. അത് കാണിക്കുന്നത് എന്താന്ന് വെച്ചാൽ ഈ മോഡേൺ മാന് സൊസൈറ്റിയിൽ ലോൺലി ആയിട്ട് ഒറ്റപ്പെടുന്നതായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. അങ്ങനെയാണ് ഇത് കാണിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് TS എലിയറ്റിനെ നോക്കാം.
ടി.എസ്. എലിയറ്റ് മോഡേൺ പോയട്രിയിലെ ഒരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. ഓക്കെ, മോഡേണിസത്തിന്റെ സെൻട്രൽ ഫിഗർ ആയിട്ട് എലിയറ്റ് അറിയപ്പെടുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഫേമസ് വർക്കാണ് ദ വേസ്റ്റ് ലാൻഡ്. 1922 പബ്ലിഷ് ചെയ്തിട്ടുള്ള ഈ ഒരു പോം മോഡേൺ പോയിട്രിയിൽ തന്നെ ലാൻഡ് മാർക്ക് വർക്ക് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. സോ നമുക്ക് ഇതിന്റെ തീം നോക്കാം. ഫസ്റ്റ് വൺ സ്പിരിച്വൽ എംപ്റ്റിനെസ് ആണ്. അതായത് മോഡേണില് മനുഷ്യന്റെ ഇന്നർ എംപ്റ്റിനെസ്സും അതുപോലെ ലാക്ക് ഓഫ് സ്പിരിച്വൽ മീനിങ്ങും പോയത്തിൽ കാണാൻ പറ്റും. ഓക്കെ, അടുത്തത് കൾച്ചറൽ ഡീക്കേ. അതായത് മോഡേൺ സിവിലൈസേഷൻ മോറലി ആൻഡ് കൾച്ചറലി ഡിക്ലൈൻ ചെയ്യുന്നു എന്ന് ഏലിയറ്റ് അവതരിപ്പിക്കുന്നുണ്ട്. അതായത് അത് നശിക്കുന്നു എന്നുള്ളതാണ് ഏലിയറ്റിന്റെ ഒരു വ്യൂ പോയിന്റ്. ഓക്കെ, അടുത്ത പോയിന്റ് സെർച്ച് ഫോർ മീനിങ്. അതായത് കൺഫ്യൂഷൻ നിറഞ്ഞിട്ടുള്ള ഈ ഒരു മോഡേൺ വേൾഡിൽ മീനിങ് കണ്ടെത്താനുള്ള മനുഷ്യന്റെ ഒരു ശ്രമമാണ് നമുക്ക് പോയിറ്റിൽ കാണാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് ഇതിന്റെ സ്റ്റൈല് നോക്കാം. ഫസ്റ്റ് പോയിന്റ് മൾട്ടിപ്പിൾ വോയിസസ്. പോയത്തിൽ ഡിഫറെന്റ് സ്പീക്കേഴ്സും വോയിസസും ഉപയോഗിക്കുന്നു. അതുകൊണ്ട് തന്നെ പോയം ഒരു ഫ്രാഗ്മെന്റഡ് ഫീൽ നമുക്ക് നൽകുന്നുണ്ട്. അടുത്ത പോയിന്റ് ലിറ്റററി അല്യൂഷൻസ്. അതായത് ഏലിയറ്റ് പല പഴയ ലിറ്റററി വർക്ക്സ്, മിത്സ്, റിലീജിയസ് ടെക്സ്റ്റ് ഇതൊക്കെ റെഫറൻസ് ചെയ്യുന്നുണ്ട്. ഇവയെ ലിറ്റററി അല്യൂഷൻ എന്നാണ് പറയുന്നത്. ഓക്കെ, അടുത്തത് ഫ്രാഗ്മെന്റഡ് നറേറ്റീവ്. അതായത് പോം കണ്ടിന്യൂസ് ആയിട്ട് സ്റ്റോറി പോലെ അല്ല ഉണ്ടാവുക. ബ്രോക്കൺ സീൻസും അതുപോലെ ഡിസ്കണക്റ്റഡ് ഐഡിയാസും ഉപയോഗിച്ചിട്ടാണ് നറേറ്റീവ് ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്നത്. ഓക്കെ, അതായത് ബ്രോക്കൺ സീൻസും ഡിസ്കണക്റ്റഡ് ഐഡിയാസും ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടൊരു അഡീഷണൽ പോയിന്റ് ആയിട്ടുള്ളത് ഒബ്ജക്റ്റീവ് കോറിലേറ്റീവ്. ഓക്കെ, ഒബ്ജക്റ്റീവ് കോറിലേറ്റീവ് എന്നുള്ളത് ഓർക്കണം. അതായത് ഇമോഷൻ നേരിട്ട് പറയാതെ ഒബ്ജക്ട്സ് അല്ലെങ്കിൽ സിറ്റുവേഷൻസ് വഴി ഇമോഷൻസ് കൺവേ ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് ഒബ്ജക്റ്റീവ് കോറിലേറ്റീവ്. അപ്പോൾ ഒന്ന് പഠിച്ചു വെക്കുക ഒബ്ജക്റ്റീവ് കോറിലേറ്റീവ് എന്താണെന്നുള്ളത്. ഈ ഒരു കോൺസെപ്റ്റ് ഏലിയറ്റിനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഫ്രീക്വന്റ്ലി എക്സാമിന് ചോദിച്ചു കണ്ടിട്ടുണ്ട്. ഓക്കെ, പിന്നെ അടുത്തൊരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് മിത്തിക്കൽ മെത്തേഡ് എന്ന്. അതായത് മോഡേൺ പ്രോബ്ലംസ് എക്സ്പ്ലെയിൻ ചെയ്യാൻ മിത്സ് ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കാണിത്. ഇതും ഏലിയറ്റ് ഈ ഒരു മെത്തേഡ് വളരെ ഇഫക്റ്റീവ് ആയിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. സോ ഇതും ഒരു ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അതൊന്ന് മനസ്സിൽ വെക്കാം. സോ നമ്മൾ ഈ 1 മുതൽ 5 വരെയുള്ള എല്ലാ ബ്ലോഗ്സും നമ്മളിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. സോ എക്സാം റിലേറ്റഡ് ആയിട്ടാണ് നമ്മൾ പോയിട്ടുള്ളത്. സോ എക്സാമിന് വളരെ ഹെൽപ്ഫുൾ ആവും. അതുപോലെ അസൈൻമെന്റ്സിനും കാര്യങ്ങൾക്കും ഒക്കെ നിങ്ങൾക്ക് ഇത് ഹെൽപ്ഫുൾ ആയിരിക്കും. ആൻഡ് വെബ്സൈറ്റിൽ ഈ ഒരു ഇത്രയും നേരമുള്ള ഇതിന്റെ സമ്മറിയും അതുപോലെ തന്നെ നിങ്ങൾക്ക് എക്സാമിന് വരാൻ ചാൻസ് ഉള്ള കുറെ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസും ആഡ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് വെബ്സൈറ്റിൽ ചെക്ക് ചെയ്താൽ കിട്ടും. അതുപോലെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ഒക്കെ അതിൽ തന്നിട്ടുണ്ട്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു നോട്ടാണ്. നിങ്ങൾക്ക് അത് ഈസിലി ഫോളോ ചെയ്യാൻ പറ്റും. And if this video really helped you, please support the channel by like, share and subscribe. And നിങ്ങളെ ഈ ഒരു സപ്പോർട്ടാണ് ഇത്തരം ഈ കംപ്ലീറ്റ് മാരത്തോൺ വീഡിയോ ഒക്കെ ചെയ്യാനുള്ള ഒരു മോട്ടിവേഷൻ കിട്ടുന്നത്. സോ support me guys. Okay, thank you.